ആ സിനിമ സംവിധാനം ചെയ്തത് ഉണ്ണി മുകുന്ദൻ. മലയാള സിനിമയെ പിടിച്ചുകുലുക്കി മുരളിയുടെ വെളിപ്പെടുത്തൽ. വെള്ളിത്തിരയിലെ വർണ്ണക്കാഴ്ചകൾക്ക് പിന്നിൽ ചോരമണക്കുന്ന ചില ചതിക്കുഴികളുണ്ട്. പുറത്ത് ചിരിച്ചു നിൽക്കുന്ന പല മുഖങ്ങളുടെയും ഉള്ളിലിരിപ്പ് വഞ്ചനയാണ്. ഇത് സിനിമയിലെ വെറുമൊരു കഥയല്ല. സ്വന്തം ചോരയും നീരും കൊടുത്ത് സിനിമയെടുക്കാൻ വന്ന് ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന ഒരു യഥാർത്ഥ നിർമ്മാതാവിൻ്റെ കഥയാണ്. പേര് മുരളി കുന്നുംപുറത്ത്. മാളികപ്പുറം എന്ന മെഗാ ഹിറ്റിന് പിന്നിലെ ബുദ്ധികേന്ദ്രങ്ങൾ എന്ന് അവകാശപ്പെട്ടവർ മുരളിയെ സമീപിക്കുന്നു. കാശെറിഞ്ഞാൽ കോടികൾ കൊയ്യാമെന്ന മോഹന വാഗ്ദാനം വിശ്വസിച്ചിറങ്ങിയ മുരളിക്ക് സുമതി വളവ് എന്ന ഒറ്റ സിനിമയിലൂടെ നഷ്ടപ്പെട്ടത് 7 കോടി രൂപയാണ്. പറഞ്ഞ ബഡ്ജറ്റിൽ സിനിമ തീർന്നില്ല, പകരം കടക്കെണിയിലേക്ക് തള്ളിയിട്ടു. എന്നാൽ ഈ ചതിയുടെ തുടക്കം അവിടെയായിരുന്നില്ല. തങ്ങൾ മുൻപരിചയമുള്ള അസിസ്റ്റന്റ് ഡയറക്ടർമാർ ആണെന്ന് കള്ളം പറഞ്ഞ് ഉണ്ണി വെള്ളോറയും വിജേഷ് പാണത്തൂരും മുരളിയെ സമീപിച്ചു. അവിടെ പൊട്ടിയത് 2 കോടി. ഇനി ഇതിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഇതൊന്നുമല്ല. മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം സംവിധാനം ചെയ്തത് വിഷ്ണു ആണെന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. പക്ഷേ വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ലായിരുന്നു എന്നും ആ സിനിമ യഥാർത്ഥത്തിൽ സംവിധാനം ചെയ്തത് ഉണ്ണി മുകുന്ദൻ ആണെന്നുമാണ് മുരളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതെ, മറ്റൊരാളുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചുമാറ്റി നിർമ്മാതാക്കളെ വലയിലാക്കുന്ന വലിയൊരു ഹൈടെക് തട്ടിപ്പ്. ചതിക്കപ്പെട്ടത് മുരളി മാത്രമല്ല. അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റിൽ ആനന്ദ് ശ്രീബാല എന്ന സിനിമ ചെയ്തതിലൂടെ തനിക്കും വലിയ നഷ്ടമുണ്ടായെന്ന് പ്രമുഖ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി സാക്ഷ്യപ്പെടുത്തുന്നു. ഇതൊന്നും മലയാള സിനിമയ്ക്ക് പുതിയ കാര്യമല്ല. കോടികൾ മുടക്കി കടക്കെണിയിലായി വീടും പറമ്പും വിറ്റ് തെരുവിലിറങ്ങേണ്ടി വന്ന എത്രയോ നിർമ്മാതാക്കളുടെ കണ്ണീർ വീണ കോടമ്പാക്കം കഥകൾ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. പറഞ്ഞതിലും ഇരട്ടി ബഡ്ജറ്റാക്കി നിർമ്മാതാവിനെ പിഴിയുന്ന പ്രവണത പുതിയതല്ല. പക്ഷെ ഇന്ന് വഞ്ചനയുടെ രൂപം മാറി. ഹിറ്റ് മേക്കർമാരെന്ന വ്യാജേന വന്ന് പകൽക്കൊള്ള നടത്തുന്ന പുത്തൻ ട്രെൻഡ്. പക്ഷേ ഈ ഇരുട്ടിലും ചില പ്രതീക്ഷകളുണ്ട്. പ്രതിസന്ധിയിൽ സിനിമ റിലീസ് ചെയ്യാൻ സഹായിച്ച ഗോകുലം മൂവീസും നിർമ്മാതാവിന്റെ സങ്കടം കണ്ട് സ്വന്തം പ്രതിഫലം വേണ്ടെന്ന് വെച്ച സൈജു കുറുപ്പും സിനിമാക്കാരുടെ ഉള്ളിലെ നന്മയുടെ മുഖങ്ങളാണ്. ഒപ്പം ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ, ജൂഡ് ആന്റണി തുടങ്ങിയവർ മുരളിക്ക് പൂർണ്ണ പിന്തുണയുമായി പുതിയ പ്രൊജക്ടുകൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ബാങ്ക് രേഖകളും പണമിടപാടുകളുടെ കൃത്യമായ തെളിവുകളുമായാണ് മുരളി ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ബിസിനസ് തിരിച്ചുപിടിക്കാൻ തൽക്കാലം സിനിമ വിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ്. പക്ഷേ മുരളിയുടെ ഈ വെളിപ്പെടുത്തലുകൾ മലയാള സിനിമയിലെ പല വ്യാജന്മാരുടെയും ഉറക്കം കെടുത്തും എന്നത് ഉറപ്പാണ്.